അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി തമ്മിലെല്ലാം കണ്ടിട്ടുണ്ടാവും, പിന്നെ ഫസ്റ്റിലത്തെ ഒരു ടീസറെല്ലാം കണ്ടിട്ടുണ്ടാവും. കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഠിച്ച സ്കൂളിലേക്ക് പോക്കാന്ന് കേട്ടോ. ഇന്ന് ഗ്രാൻഡ് അലൂമിനി മീറ്റ് ഉണ്ട് നമ്മളെ സ്വന്തം സ്കൂളിൽ മജ്ലിസിലാണ് കേട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാവരെയും കാണാനും മീറ്റ് ചെയ്യാനും സംസാരിക്കാനും എല്ലാം കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും വ്ളോഗ് ഷൂട്ടാക്കും. ഇന്നത്തെ ദിവസം ഞാൻ മൊത്തത്തിൽ ഷൂട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ആക്കിയിട്ട് തന്നെ ഷൂട്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് നേരെ വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസ് എല്ലാം നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻസ് ആക്കി അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു 10 മണിക്ക് പോകാനെല്ലാം വിചാരിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഫ്രണ്ട്സെല്ലാം കൂടി ഒരു 10 മണിക്ക് അവിടെ എത്താമെന്നുള്ളൊരു പ്ലാനിൽ അങ്ങനെ പോകാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എന്തായാലും 10 മണിക്കൊന്നും എത്തൂല എന്നൊക്കെ നല്ല ഉറപ്പേനു. കാരണം നമ്മൾ കുട്ടികളെയും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ ഇന്നലെ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് എൻ്റെ എൻ്റെ അനിയത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഇൻസ്റ്റാ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഓളെനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ. മുന്നേ ഞാൻ സൗദിയിലുള്ള സമയത്ത് ഇട്ടിട്ടുണ്ടായിന്. അപ്പം ഞാൻ അവളോട് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഞാൻ ചായയെല്ലാം ഉണ്ടാക്കി നമ്മളെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. ഞാൻ എണീക്കുമ്പം തന്നെ ഷെയാനോ എൻ്റെ കൂടെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നൊരു സൺഡേ ആയിരുന്നു. അപ്പോൾ ഓനക്ക് സ്കൂളൊന്നുമില്ലല്ലോ. അപ്പോൾ ഓൻ എന്നോട് ചോദിച്ചുമ്പോൾ ഞാനും വരട്ടെ, ഞാൻ പഠിക്കുന്ന സ്കൂളല്ലേ. ഞാൻ പറഞ്ഞു നീ എന്തായാലും ഇപ്പോൾ വരണ്ട, ഒരാളെ തന്നെ കൊണ്ടുപോകാണ്ടിരിക്കാനുള്ളൊരു പ്ലാനാണ് ഞാൻ ഇഷമോളെ. പക്ഷേങ്കിൽ അത് നടക്കൂല, ഉമ്മാൻ്റെ അടുത്തൊന്നും ഓൾ നിൽക്കൂല കേട്ടോ. അപ്പോൾ ഇവനെ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. പിന്നെന്തേനപ്പാ മോളെ തന്നെ എന്താ ചെയ്യാന്നുള്ളൊരു ഇതിൽ. പക്ഷെ അവൾ ആരടുത്തും നിൽക്കൂല കേട്ടോ. അതുകൊണ്ട് പിന്നെ എന്തായാലും കൂട്ടിയേ പറ്റും. അപ്പോൾ എന്താ പറയുക, നമ്മളിതാ ചായ കുടിക്കലാന്ന്. ഷെയാനും ഞാനും കൂടി ചായ കുടിക്കലാന്ന്. ഒരുവിധം പണിയെല്ലാം ഞാൻ ഇന്നലെ രാത്രിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് തുടക്കൽ ഇതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അലക്കാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനിലെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റമ്പാട് കൊണ്ടുപോയി അറിയിടാലോ. പിന്നെ നേരത്തെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്ത് വെക്കുന്നത്. പണ്ടത്തെ പോലെ രാവിലെ തന്നെ എണീറ്റ് സ്കൂളിലേക്ക് അങ്ങ് പോകാൻ പറ്റൂലല്ലോ. നമുക്ക് നമ്മളേതായ ചില കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, എല്ലാവരും സെറ്റ് ചെയ്ത് വെക്കൽ ഇതെല്ലാം. അപ്പോൾ പിന്നെ ചായ കുടിച്ചതിന് ശേഷം ഞാനിതാ തുണിയെല്ലാം ഒന്ന് ആറിയിടാൻ വേണ്ടിയിട്ട് പോക്കാന്ന്. പിന്നെ കുറച്ച് തുണിയെല്ലാം മടക്കി വെക്കാൻ വേണ്ടിയിട്ടുണ്ടേനു. ഇന്നലെ അലക്കിയത് ഡെയിലി അലക്കൂല കേട്ടോ. ഇന്ന് അലക്കുക നാളെ അലക്കൂല, അങ്ങനെ ദിവസം അലക്കലൊന്നുമില്ല. പിന്നെ സ്കൂളിലെല്ലാം പോകുന്നതുകൊണ്ട് അങ്ങനെ ഒന്ന് ഇടവിട്ടിട്ട് അലക്കുന്നതാണ്. അല്ലെ പിന്നെ ഒരു 2 ദിവസം കൂടുമ്പോൾ അലക്കിയാൽ മതി. ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. കുറേ ടൈം വെറുതെ കറങ്ങണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഇടവിട്ടിട്ടാണ് അലക്കൽ. പിന്നെ ഷെയാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഇഷമോൾ എണീറ്റിട്ടില്ല. ഇഷമോൾ എണീക്കുന്നതിന് മുന്നേ ഒരുവിധ പണിയെല്ലാം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഡെയിലി അടിച്ചു വാരും കേട്ടോ. പിന്നെ ഡെയിലി അടിച്ചു വാരാൻ എന്തായാലും ഉണ്ടാവും. രാത്രിക്കെല്ലാം എങ്ങനെ തുടച്ച് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാലും രാവിലെ അടിച്ചു വാരാൻ വേണ്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും അടിച്ചു വാരാൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇഷമോൾ എണീക്കുന്നതിന് മുന്നേ നമ്മളെ ഇസ്തിരി ഇടലെല്ലാം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഇസ്തിരി ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് അവിടെ കൊണ്ടേക്കലും ഒരു കരച്ചിൽ കിട്ടും. ഇഷമോൾ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഓരോ ദിവസം അവൾ നല്ല മൊഞ്ചിൽ എണീറ്റ് വരും. അല്ലാത്ത ദിവസം ഇങ്ങനെ കരഞ്ഞ് സീനാക്കിയിട്ടാണ് കേട്ടോ എണീറ്റ് വരിക. അപ്പോൾ ഓളൊന്ന് അരമ്പെല്ലാക്കിയിട്ടൊന്ന് തട്ടി മുത്തി ഇതാക്കിയിട്ടെല്ലാം ഒന്ന് റെഡിയാക്കണം. അപ്പോൾ ഓളൊന്ന് സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാൻ ആദ്യം വിചാരിച്ച് ചുരിദാർ ഇടാന്ന്.
മുന്നേ എൻ്റെ അടുത്ത് വാങ്ങിച്ചതുണ്ടായിരുന്നു. ഞാനിപ്പോൾ ചുരിദാറെല്ലാം വാങ്ങൽ വളരെ കുറവാണ്. ഈ അബായ പിന്നെ ഇടൽ തുടങ്ങിയവരെ മൊത്തം അബായ തന്നെയാണ് കേട്ടോ വാങ്ങൽ. പാർട്ടി വെയറും സിമ്പിൾ വെയറും എല്ലാ എന്താ പറയുക എല്ലാ മോഡൽ ടൈപ്പും എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഡ്രസ്സ് വാങ്ങൽ വളരെ കുറവാണ്. പിന്നെ എനിക്ക് തീരെ കംഫർട്ട് ആവുമോ എന്നുള്ളൊരു ടെൻഷന്. ഞാൻ ഇട്ടുനോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രിക്ക് ഞാനെല്ലാം ഇട്ടുനോക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് പർദ്ദ തന്നെ ഇടാന്ന്. പിന്നെ ആദ്യം വിചാരിച്ച് നിക്കാബ് ഇട്ടിട്ട് പോവാന്ന്. എല്ലാവരുടെയും ഞാൻ അധികം നിക്കാബ് തന്നെ ഇടൽ. പക്ഷേ നമ്മളെ അടുത്ത റിലേഷൻ്റെ കല്യാണത്തിനെല്ലാം ഞാൻ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇടൽ. മുന്നേ എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടാവും. അത് ഞാൻ മുന്നേ പറയാം, നിങ്ങൾ നിക്കാബെല്ലാം ഇട്ടിട്ട് നടക്കുന്ന ആളിങ്ങനെ നടക്കുന്നതെന്നെല്ലാം കമൻറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് പറയാം, ഞാൻ എല്ലാ മോഡലിലും നടക്കലുണ്ട് കേട്ടോ. അങ്ങനെ ഫുൾ ടൈം നിക്കാബ് ഇട്ടിട്ട് നടക്കുന്ന ഒരാളൊന്നല്ല കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു പർദ്ദയാണ് കേട്ടോ ഞാൻ ഇടുന്നത്. എൻ്റെ ഫേവറേറ്റാണ്. ഞാൻ സെയിലാക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള ഒരു അബായ കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഓഫ് വൈറ്റ് കളർ ഷോളുണ്ട്, അത് വെച്ചിട്ട് പെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. ഇപ്പോൾ വൈറ്റ് ഷോളാണ് കേട്ടോ ട്രെൻഡായിട്ടുള്ളത്. ഞാൻ മുന്നേ ഇടലുണ്ട്, എന്താ പറയുക, കുറച്ച് മുന്നേ ഞാൻ ഇടലുണ്ട് കേട്ടോ വൈറ്റ് ഷോൾ. പക്ഷെ ഇപ്പോൾ എവിടെ നോക്കിയാലും വൈറ്റ് ഷോളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാനിത് ഐഷമോക്ക് വേണ്ടിയിട്ട് കഞ്ഞി ഉണ്ടാക്കിയെടുക്കലാണ്. കഞ്ഞി ആകുമ്പോൾ ഓള് കുടിച്ചോളും. ഇപ്പോൾ റോട്ടിയും എന്തെങ്കിലും കത്തലെല്ലാം ആണെങ്കിൽ കുറച്ച് ടൈം എടുക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഒരു അരമണിക്കൂറെല്ലാം അങ്ങ് പോയി കിട്ടും. കഞ്ഞി ആകുമ്പോൾ കോരി അങ്ങ് വായിലൊഴിച്ച് കൊടുത്താൽ മതിയല്ലോ. ഓൾക്കാണെങ്കിൽ ഇഷ്ടമാണ് കഞ്ഞി. ഓളൊരു സ്പെഷ്യൽ കഞ്ഞിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങനെ ഒന്നും ഇടലില്ല. വെറും നേരിയരി വെച്ചിട്ടാണ് കേട്ടോ ഈ കഞ്ഞി ഉണ്ടാക്കൽ. പിന്നെ നട്ട്സ് പൗഡറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. ഇതിപ്പം ഞാൻ സൗദിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് പൊടിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. പൊടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ കഞ്ഞി അടുപ്പത്ത് വെച്ചതാ മൊത്തത്തിലൊന്ന് ഒരുക്കി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അടിച്ച് വാരിയിച്ചില്ല. ആദ്യം തന്നെ മൊത്തത്തിലൊന്ന് തുടച്ച് നല്ല പിന്നെ മേശയെല്ലാം തുടച്ച് ബെഡ്ഷീറ്റെല്ലാം പിരിച്ച് കർട്ടനെല്ലാം കയറ്റി വെച്ച് അങ്ങനെയെല്ലാം ചെയ്തിട്ട് വെക്കും. എന്നിട്ട് ലാസ്റ്റാണ് കേട്ടോ അടിച്ചു വാരാം. അപ്പം പിന്നെ സീനില്ലല്ലോ. ഇതിപ്പോൾ ഷെയാൻ്റെ പുതപ്പ് പിരിക്കാൻ വേണ്ടിയിട്ട് മേലെ കയറിയതാണ് കേട്ടോ. ഞാൻ മേലെ കയറലേ ഇല്ല. ഇവൻ അവിടെയാണ് കേട്ടോ കിടക്കാവും. മൊത്തത്തിൽ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാകും. എനിക്കൊരു 6-7 തലയാണി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച് നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ നേരെ അപ്പുറത്തേക്ക് പോക്കാന്ന്, എൻ്റെ വീട്ടിലേക്ക് പോക്കാന്ന് കേട്ടോ. ഇന്നിപ്പോൾ ഇവിടെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല, ഉമ്മാൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഉമ്മ ഫുഡായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം ഞാനെന്തായാലും ഇഷമോളെ കഞ്ഞി എടുത്തിട്ട് ഇത് അപ്പുറത്തെ പുരക്കേക്ക് പോക്കാന്ന്. അവിടെ ആകുമ്പോൾ പിന്നെ ഓള് വേഗം കഴിച്ചോളും. എന്താ പറയുക, എൻ്റെ വീട്ടിൽ ഓള് നിൽക്കൽ വളരെ കുറവാണ് കേട്ടോ. നേരെ അപ്പുറത്തേക്ക് പോകണം. ഓള് രാവിലെ എണീറ്റമ്പാട് അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് ഉമ്മാമ എന്ന് പറയും. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോകാന്ന് കേട്ടോ ചെയ്യുക. ഇവിടെ ആകുമ്പം കൂളായിട്ട് കളിച്ചോളും. അങ്ങനെ ഞാൻ കഞ്ഞിയെല്ലാം കൊടുത്തതിന് ശേഷം ജെറിൻ്റെ ഉപ്പ ഓൺലൈനിൽ ഓർഡർ ചെയ്തൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. ഒരു ഷോളെല്ലാം വരുന്നുണ്ട്, ഒരു ലെഹങ്ക ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഫാത്തിമയും അവരെല്ലാം വന്നിട്ടുണ്ട്. ഫാത്തിമ എണീറ്റ് വന്നപാടും ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്, പല്ലൊന്നും തേച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വന്നേരം ഞാൻ വിചാരിച്ച് ഇതൊന്നും സെറ്റാവില്ല, രസമൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇഷമോക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇഷമോളെ എനിക്കിത് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ വേണം എന്നുള്ളതിൽ ഇങ്ങനെ കാണിച്ചത് വേണം എന്നുള്ളതിൽ അങ്ങനെ ഓർഡർ ചെയ്തതാണ് കേട്ടോ. എന്തായാലും നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രസ്സെല്ലാം ഇട്ട് നോക്കി കുറച്ച് വീഡിയോസും റീൽസും എല്ലാം എടുത്ത് എന്താ പറയുക ഉപ്പാക്കെല്ലാം അയച്ചു കൊടുത്തിട്ടുണ്ട്. ഓള് പിന്നെ കഴിക്കുന്നില്ല കേട്ടോ. ഷോള് കഴിച്ച് ചാടിയിട്ട് പിന്നെ ഡ്രസ്സ് അയക്കുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉമ്മ രാത്രിക്കത്തെ ഒറോട്ടി നല്ല എന്താ പറയുക മീൻകറിയിലിട്ട് ചട്ടിയിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്, പതപ്പിച്ചെടുത്തിട്ടുണ്ട്. അതും കഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് ഞാൻ നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ലേറ്റായി കേട്ടോ. ഇപ്പം തന്നെ ഏകദേശം 10:15 ആയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക്
അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷായി ഇതാ നമ്മളെ ഐറ്റംസ് എല്ലാം ഇടാൻ വേണ്ടിയിട്ട് പോക്കാണ്, മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോക്കാണ് ഗൈസ്. മേക്കപ്പ് ചെയ്യാൻ എല്ലാവരും ചോദിക്കും കേട്ടോ, നിങ്ങൾ ഏതെല്ലാം പ്രൊഡക്റ്റാണ് യൂസ് ആക്കലെന്ന്. ഞാൻ അങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റൊന്നും യൂസ് ആക്കലില്ല. പിന്നെ കൺസീലർ യൂസ് ആക്കും, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക്, പിന്നെ പണ്ടത്തെ നമ്മളെ ഡാസ്ലറിൻ്റെ ഐലൈനർ അത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് വരയ്ക്കൽ. ഐബ്രോ അല്ല, സോറി, എന്തിനപ്പോൾ പറയാം, മറ്റേ ഇത് വരയ്ക്കൽ, കണ്ണെഴുതൽ, അതന്നെ. പിന്നെ ഒരു മസ്കാര യൂസാക്കും, ലിപ്സ്റ്റിക്ക് മെബിലൈൻ്റെ ആണ് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഒരു ബ്ലഷ്, അതാണ് കേട്ടോ യൂസാക്കൽ. ഞാൻ മറ്റേ ഇതുണ്ടല്ലോ ഫൗണ്ടേഷൻ യൂസാക്കലില്ല, കൺസീലർ മാത്രമേ യൂസാക്കലുള്ളൂ. കാരണം പിമ്പിൾസ് എല്ലാം കവർ ചെയ്യാൻ കൺസീലർ തന്നെ ധാരാളമാണ്. അപ്പോൾ അതാണ് കേട്ടോ യൂസാക്കൽ. പിന്നെ ഞാൻ ഇഷമോളിയും വേഗം റെഡിയാക്കിയിട്ട് വേഗം തന്നെ മാറ്റി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 10:30 ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്, ഓൾ എൻ്റെ കൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാൻ വേണ്ടിയിട്ട് ഫുൾ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടേക്ക് പോക്കാണ്. ഒരു 10 മണിക്കെല്ലാം എത്തണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയിട്ടുള്ളത്. പക്ഷേ ഒരു 11:45 ആയിട്ടുണ്ട് കേട്ടോ സ്കൂളിലെത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിക്ക് എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഓളെയും കൂട്ടാൻ വേണ്ടിയിട്ടുണ്ട്. വേറൊരു കസിനും ഇവിടെ തന്നെയാണ് കേട്ടോ പഠിച്ചിട്ടുള്ളത്, പക്ഷേങ്കിൽ ഓള് നാട്ടിലില്ല, ഓള് റിയാദിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവളെയും കൂട്ടി നമ്മൾ വേറെ 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവരെല്ലാം കൂട്ടിയിട്ട് നമ്മളിതാ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. സ്കൂളിലെത്തിയേരം പരിപാടി ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ വീഡിയോസാണ് കേട്ടോ, എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷാർപ്പ് ഒരു 9:30 സംതിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുവിധ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല, മുന്നേ ഫസ്റ്റിലത്തെ ബാച്ചെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് 2006 മുതൽ 2024 വരെയുള്ള ബാച്ചാണ് കേട്ടോ. പിന്നെ നമ്മളെ അലൂമിനി മീറ്റ് എന്ന് പറയുകയാണെങ്കിൽ പരിപാടി കളറേനു, അടിപൊളി എന്ന് പറയുകയാണെങ്കിൽ കിഡിലോസ്കി, ഒന്നും പറയാനില്ല, പൊളിയേനു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം ബ്ലറാക്കുന്നുണ്ട്, കാരണം എല്ലാവർക്കും ഇതേപോലെ പബ്ലിക്കായിട്ട് വരാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്ക് ചോദിക്കാനൊന്നും കഴിയില്ല. ഞാൻ കുറച്ച് വീഡിയോസ് എല്ലാം ഞാൻ ബ്ലറാക്കി വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് കുറേ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ, കുറേ എനിക്ക് ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ ഫോട്ടോസെല്ലാം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ എടുക്കാനുള്ള ഒരു ടൈമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. ഫുൾ പഴയ കഥ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് എന്താ പറയുക, വേറെ ഒരു ലോകത്തേനു കേട്ടോ നമ്മൾ. അന്നത്തെ ഒരു ദിവസം എന്ന് പറയുകയാണെങ്കിൽ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. എല്ലാ ടീച്ചേഴ്സ് മീൻസ് 1-2 ടീച്ചേഴ്സ് ഒഴികെ ബാക്കി എല്ലാ ടീച്ചേഴ്സും അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇടയ്ക്ക് എല്ലാ ടീച്ചേഴ്സിനെയും കാണുന്നതാണ് കേട്ടോ. ഞാൻ ഷാൻ്റെ സ്കൂൾ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പോകുമ്പോൾ എല്ലാവരെയും കാണലുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ പണ്ടത്തെ ഒരു പ്രിൻസിപ്പാള് ചന്ദ്രശേഖരൻ സാറ്. പണ്ട് കുറേ അടി കിട്ടിയിട്ടുണ്ട്, ആ അടിയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റൂല. ഇത് നമ്മളെ ആസീത്തയാണ് കേട്ടോ, അതായത് നമ്മളെ സ്വന്തം മക്കളെ പോലെ നോക്കുന്ന ഒരു ഇത്തയാണ് കേട്ടോ. ഇത് നമ്മളെ ശ്രീജ ടീച്ചറാണ് കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പണ്ടത്തെ ബെസ്റ്റി കൂടിയാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ കാണുന്നത്. വീട്ടിൽ കൂടലിന് വിളിച്ചിട്ട് വരാൻ പറ്റിയിട്ടില്ലേനു, അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അർഷാദ് സാറ്, സലാം സാറ്, ഇക്ബാൽ സാറ്, സുജാത മിസ്, പിന്നെ സസ്പതി ടീച്ചറെന്ന് ഒരിക്കലും മറക്കാൻ പറ്റൂല, കാരണം അത്രക്കും മെമ്മറി ഉണ്ട് കേട്ടോ. പിന്നെ ചന്ദ്രശേഖരൻ സാറ് പോകാൻ നോക്കുമ്പോൾ നമ്മളും ബാക്കിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മളെ മുജീബ് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത്. ഓന് നമ്മളെ ജൂനിയറാണ് കേട്ടോ. പിന്നെ ബെസ്റ്റി എന്ന് വേണമെങ്കിൽ പറയാം, പണ്ടത്തെ ബെസ്റ്റി, എല്ലാ കുരുത്തക്കേടുകൾക്കും കൂട്ട് നിൽക്കുന്ന ഒരു ബെസ്റ്റി അങ്ങനെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ കാണിച്ചത് നമ്മളെ പുഷ്പേച്ചി, അതും മറക്കാൻ പറ്റാത്ത കുറേ മെമ്മറീസ് ഉള്ള പുഷ്പേച്ചി. പിന്നെ കുറേ എന്താ പറയുക, പിന്നെ എല്ലാവരെയും വെൽക്കം ചെയ്ത് അവർക്കുള്ള എന്താ പറയുക അവാർഡ് ഇതെല്ലാം കൊടുത്ത് കുറേ സമയം ഞാൻ പുറത്തിറങ്ങി നിന്ന് കേട്ടോ. കുറേ വീഡിയോസെല്ലാം എടുത്ത് പുറത്തിറങ്ങി നിന്നിട്ടുണ്ട്. ഇഷമോള് ഒരു ടൈം എന്താ പറയുക നിലത്തിറങ്ങുന്നേ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉച്ചയായിട്ടുണ്ട്. ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും പിന്നെ നല്ല കച്ചമ്പറിയും ഇതെല്ലാം അയച്ച് അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മൾ ഫുഡും എടുത്തിട്ട് നമ്മളെ ക്ലാസ്സിൽ വന്നിട്ട് ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. ആദ്യം വിചാരിച്ചത് നമ്മളെ ക്ലാസ് ചെയ്യുന്നു നോക്കും, നമ്മളെ സെക്കൻഡ് ഫ്ലോറിലേനു കേട്ടോ നമ്മളെ ക്ലാസ്. ഇത് തേർഡ് ഫ്ലോറേനു കേട്ടോ. നമ്മൾ പഠിക്കുന്ന സമയത്ത് തേർഡ് ഫ്ലോർ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും സാരമില്ല, ആ ഒരു സെയിം ഇതിൽ തന്നെയാന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പണ്ടത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് കുറേ സമയം ഇരുന്ന് ഫുഡെല്ലാം കഴിച്ച് നേരം കൂട്ടി കളിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മളെല്ലാവരും കൂടി ഒരു ക്ലാസ് റൂമിലേക്ക് വന്നിട്ട് ഫോട്ടോസ് എടുക്കലാന്ന് കേട്ടോ. ഫോട്ടോസ് എടുക്കുക, വീഡിയോസ് എടുക്കുക, വെറുപ്പിക്കുക, പണ്ടത്തെ കാര്യം പറഞ്ഞിട്ട് ചിരിക്കുക. എല്ലാവരും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികൾ, നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു വൈബിലേനു കേട്ടോ ഉള്ളത്. സെയിം മെൻ്റൽ ഡിസോർഡറിലുള്ള ടീം എന്നെല്ലാം പറയുന്നില്ലേ, അതേ വൈബുള്ള ടീമാണ് കേട്ടോ നമ്മളെല്ലാവരും. കുറേ പേരുണ്ട്. നമ്മൾ ആദ്യം ഈ ഒരു ബാച്ച് എന്ന് പറയുകയാണെങ്കിൽ 7th A 7th B എന്നെല്ലാം പറഞ്ഞാൽ, പിന്നെ ഒരു 8th ആകുമ്പോഴത്തേക്ക് ഇത് കമ്പൈൻ ആക്കി, ഒറ്റൊരു ഡിവിഷനാക്കി. പിന്നെ മുതൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ കാലമൊന്നും തിരിച്ച് കിട്ടൂലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ഒരു സങ്കടം. എന്നാലും സാരയില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീറ്റാക്കാമല്ലോ. ലാസ്റ്റ് നമ്മൾ എൻ്റെ ഹൗസ് വാമിങ്ങിനാണ് കേട്ടോ മീറ്റാക്കിയിട്ടുള്ളത്. പിന്നെ കുറേ പേർക്ക് വരാനൊന്നും പറ്റിയിട്ടില്ല. അവർക്കാണെങ്കിൽ മിസ്സിങ്. അവർ ഫോട്ടോസിലും വീഡിയോസിലും അയക്കുന്ന സമയത്ത് എന്താ പറയുക, വെറുതെ വന്നാൽ മതിയേനു. നാട്ടിലില്ലാത്ത ടീംസാണ് കേട്ടോ വരാന്. പിന്നെ 2 പേർക്ക് കല്യാണമായിട്ട് വരാൻ പറ്റായിന്. നമ്മൾ കുറേ സമയം സംസാരിച്ച് നേരം കൂട്ടി പണ്ടത്തെ കഥകളെല്ലാം പറഞ്ഞിട്ട് ലേറ്റായിട്ടാണ് കേട്ടോ വീണ്ടും പ്രോഗ്രാമിൽ കയറിയിട്ടുള്ളത്, ഓഡിറ്റോറിയത്തിലേക്ക്. പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഈ ബിൽഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു 5th ആ ഒരു ടൈമെല്ലാം ഓല വെച്ചിട്ടുള്ള ഒരു ഷെഡേനു നമ്മൾ 5th വരെ. പിന്നെ 6th മുതൽ നമ്മൾ അടിപൊളി ബിൽഡിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ 10th ക്ലാസ്സാണ് ഇപ്പോൾ ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ ഫോട്ടോസ് എല്ലാവരും ഒരുമിച്ച്, ബോയ്സ് ആകെ 3 വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി ആരും നാട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കൊന്നും വരാൻ പറ്റിയില്ല, നാട്ടിലില്ലാത്തതുകൊണ്ട്. അപ്പോൾ വന്ന ആൾക്കാരുടെ കൂടെ നമ്മളെ ബാച്ചായിട്ട് ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എടുത്ത് കുറേ സംസാരിച്ച് പിന്നെ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല ചായയും, അടിപൊളി ചായ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചായയും. പിന്നെ ഉന്നക്കായും ചിക്കൻ റോളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും നമ്മൾ ആ ക്ലാസ് റൂമിലിരുന്ന് കുറേ സമയം വർത്താനം പറഞ്ഞ് നേരം കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പാർക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ പാർക്കിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് പൈസ കൊടുത്തിട്ടുണ്ടായിന്. ഒരു കുട്ടി എത്രയോ വെച്ചിട്ട് സംതിങ് റേറ്റ് വെച്ചിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിന്. പക്ഷേ ആ ഇയറാണ് നമ്മൾ എന്താ പറയുക പാസ് ഔട്ടായിട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പം നമ്മൾ എന്തായാലും ഒന്ന് മുതലാക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇതിൽ കയറിയിരുന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ 2 മിനിറ്റ് ഇതിൽ കയറിയിട്ടുള്ളൂ. ഇനി സ്കൂളിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പൊട്ടീനെങ്കിൽ നമ്മളെ പറയരുത് കേട്ടോ. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് കൂടിയിട്ട് എനിക്ക് നല്ലൊരു പണി തന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും ആൾക്കാരുള്ള സ്റ്റേജിൽ എൻ്റെ പേര് കൊടുത്തിട്ട് 2 വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഹിസാനയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ തോന്നിയിട്ടില്ല. ഞാൻ ആകെ കൂടി എന്താ പറയുക സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്തായാലും വരൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായമെല്ലാം എൻ്റെ ഒരു മെമ്മറി മൊത്തം ഞാൻ വ്ളോഗിൽ തന്നെ ഷെയർ ആക്കാമെന്ന് വിചാരിച്ച്. പിന്നെ വരാത്തതിന് എനിക്കൊരു സങ്കടവും കൂടി ഫീലാക്കുന്നുണ്ട്. എന്തായാലും സോറി കേട്ടോ. ഇപ്പോൾ ആരെങ്കിലും ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ അവർക്ക് എന്തോ പോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്, ഒന്നും വിചാരിക്കറ്. എനിക്ക് ആ ഒരു ധൈര്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സ്റ്റേജിൽ കയറിയിട്ട് പറയാനുള്ളത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ പാർക്കിലെല്ലാം സ്പെൻഡ് ചെയ്ത് എല്ലാവരും പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4:30-4:45 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പാനെ വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പാൻ്റെ കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഉപ്പ വന്നിട്ടുണ്ട് കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നേരെ നമ്മളെ കസിനും കൂടെ ഉണ്ട്, ഒരു ഫ്രണ്ടും കൂടെയുണ്ട്. അവരെല്ലാം ഇറക്കിയിട്ട് നേരെ പുറക്കേക്ക് പോകണം. ഉമ്മയെല്ലാം തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടായിന്, എൻ്റെ എന്താ പറയുക എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ. അവിടെ വന്നതാ വീണ്ടും ഒരു ചായ കുടിക്കലാന്ന് കേട്ടോ. ചായയും നല്ല ബർക്കി എന്നല്ലേ പറയുക, അതന്നെ.
പല ബിസ്ക്കറ്റ് അതെല്ലാം കുടിച്ച് കുറച്ച് സമയം അവിടെ നിന്ന് വെറുപ്പിച്ച് വിട്ട് നമ്മളിതാ വീണ്ടും നമ്മളെ വീട്ടിലേക്ക് പോക്കാന്ന്. ഉമ്മ വന്നിട്ടില്ല കേട്ടോ. ഉമ്മ പറഞ്ഞാൽ രാത്രിക്ക് വരാം, നിങ്ങൾ പിന്നെ ഇപ്പം പോടും എന്നുള്ള പറഞ്ഞിട്ട്. നമ്മളാണെങ്കിൽ രാവിലെ പോയതല്ലേ, ഫ്രഷ് ആവായിട്ടൊരു രക്ഷയുമില്ല. അപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വേഗം പോക്കാന്ന്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഈ ടൈം നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോയിട്ടില്ല. രാത്രിക്കത്തെ 12 മണിക്കല്ല പോക്ക്. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടൈം പോകുന്നത്. അപ്പോൾ ഇതാ കസിൻ്റെ വീട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇഷമോള് ഇതാ ഇവിടെ കയറാൻ വേണ്ടിയിട്ട് ചൊറയേനു. ഒക്കെ ഇവിടെ ഒരു വണ്ടിയുണ്ട് നമ്മളെ കസിൻ്റെ മോൻ്റെ. അപ്പോൾ അവിടെ കയറായിട്ട് ചൊറയേനു കേട്ടോ. 19 വരെ കരച്ചിലേനു. അപ്പോൾ ഓളെ അവിടെ ഇറക്കിയിട്ട് നേരെ പുറക്കേക്ക് പോക്കാന്ന്. ഉപ്പാക്ക് ഒരു കല്യാണം ഉണ്ട് കേട്ടോ, പിന്നെ ഉമ്മയുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും പോയിട്ട് ഫുഡ് ഉണ്ടാക്കലൊന്നും നടക്കൂല. അപ്പോൾ വരുന്ന സമയത്ത് മട്ടന്നൂർ ററാവീസും നമ്മൾ പൊറോട്ടയും കറിയും എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. ഉമ്മ പറഞ്ഞ രാവിലത്തെ ഒറോട്ടിയും കറിയെല്ലാം ഉണ്ട് അവിടെ, മോളത് കഴിക്കൂലേ? ഞാൻ പറഞ്ഞില്ല മോളത് കഴിക്കൂല, ഞാൻ പൊറോട്ട വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഫുഡും വാങ്ങിയിട്ട് നേരെ പുറക്കേക്ക് വന്നിട്ടുണ്ട്. ഇഷമോള് രാവിലെ മുതൽ എന്താ പറയുക വൈകുന്നേരം വരെ നല്ല പണിയേനും. എന്താ പറയുക ഫുള്ളോള് എന്താ പറയുക എന്തിനപ്പോൾ പറയാൻ വിചാരിച്ച് മൊത്തത്തിൽ ഫ്രീ ആനും കേട്ടോ. ഫുൾ ഓടിക്കളിച്ച് എല്ലാവരുമായിട്ട് കമ്പനിയായിട്ട് മൊത്തത്തിൽ ഓള് സൈഡായിട്ടുണ്ടായിരുന്നു. ആകെ കൂടി ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓള് വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കേനു. അപ്പോൾ ഓളെ കൊണ്ടുപോയി അവിടെ കടത്തിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മളെ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കുക, പിന്നെ ഫോട്ടോസെല്ലാം സെൻഡ് ചെയ്തതെല്ലാം നോക്കലാണ് കേട്ടോ. നമ്മളെ ഗ്രൂപ്പിൽ കയറിയിട്ട് ഇനി എന്തായാലും 2-3 ദിവസത്തേക്ക് ഗ്രൂപ്പിൽ നല്ല അനക്കം ഉണ്ടാകും. അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ ഗ്രൂപ്പിലെല്ലാം കയറൽ. എല്ലാവരും ബിസിയാണല്ലോ, എല്ലാവരും അവരെ ലൈഫായിട്ട് ബിസിയാണല്ലോ. പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും എന്താ പറയുക സ്കൂൾ വിട്ടിട്ട് വന്ന ഒരു വൈബേനു കേട്ടോ. അങ്ങനെ ഞാനിതാ കുറേ ഫോട്ടോസും ഇങ്ങനെ വോയിസെല്ലാം ഇങ്ങനെ വരുന്നുണ്ട്. എടുത്ത ഫോട്ടോയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അയച്ചു കൊടുത്തിട്ട് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സമയം ഫോണിലെല്ലാം കളിച്ചിട്ട് ഞാനിതാ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. ആദ്യം ഫുഡെല്ലാം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ചാൽ മതി ഫ്രഷ് ആയിട്ട് വന്നിട്ട് ഫുഡെല്ലാം കഴിക്കാമെന്ന്. അങ്ങനെ എൻ്റെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞ് ഞാനിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഉമ്മയാണെങ്കിൽ ഒരേ ഫോൺ വിളി, എനിക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞ പേടിയൊന്നുമില്ല, കാരണം നമ്മൾ ഹിഡൻ ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓട്ടോമേഷന് കൂടി ചെയ്തിട്ടുണ്ട് വീട്ടിൽ. എന്താ പറയുക എങ്ങനെയാണ് ഇപ്പോൾ പറയാം എനിക്കറിയില്ല പറയാൻ. ആംബുലൻസിൻ്റെ എല്ലാം സൗണ്ട് ഉണ്ടല്ലോ, ആരെങ്കിലും പിന്നെ ഇങ്ങനെ കള്ളനെല്ലാം കയറൂലേ, അപ്പോൾ ആ ഒരു ടൈം മൊത്തത്തിൽ സൈറൻ ഇതാവും. ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്, ഓട്ടോമേഷൻ എന്നാട്ടോ അതിന് പറയാം. പിന്നെ ഹിഡൻ ക്യാമറയും സെറ്റ് ചെയ്തിട്ടുണ്ട്, സാധാരണ പോലത്തെ അല്ല ഹിഡൻ ക്യാമറയാണ്. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിലത്തെ ലോക്ക് പിന്നെ മേലത്തെ ലോക്ക് അധികം ലോക്കിനും അവിടെയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ പുതിയ ഇറങ്ങിയതാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, എന്തായാലും അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മൾ തുറക്കുന്ന വിധത്തിലല്ലാത്ത വേറെ ഏതെങ്കിലും ടൈപ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് മൊത്തത്തിൽ സൈറൻ ഇതാവും. അപ്പോൾ നാട്ടുകാർ മൊത്തം അറിയും ഇവിടെ ആരോ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യൂൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ഷൂട്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യൂൻ്റെ ബർത്ത്ഡേ എപ്പോഴും നല്ല ഗ്രാൻഡായിട്ട് തന്നെ കേൾക്കലുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ എന്തോ ഇഷമോളെ ബർത്ത്ഡേ എനിക്ക് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതിലെനിക്ക് ഭയങ്കര ഒരു സങ്കടം ഉണ്ട് കേട്ടോ. എനിക്ക് വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചെയ്യൂൻ്റെ 4th ബർത്ത്ഡേ മുതൽ നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഓൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ വ്ളോഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇഷമോളെ ഫസ്റ്റ് ബർത്ത്ഡേ എനിക്ക് എന്താണെന്നറിയില്ല, എന്താ പറ്റിയെന്നറിയില്ല. കാരണം ഒന്നാമത് ജെറി നാട്ടിലുള്ള സമയത്ത് ജെറി ജാനുവരി 24 എൻ്റെയും ഇഷൻ്റെയും ബർത്ത്ഡേ. അപ്പോൾ ജെറി 22 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മൂഡ് ഓഫിൽ എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും വലിയ മൂഡൊന്നും തോന്നിയില്ല. ഇപ്പം വിചാരിക്കുന്നു ചെയ്താൽ മതിയേനോ എന്നുള്ളത്.
ചെയ്യൂൻ്റെ ബർത്ത്ഡേക്കാണെങ്കിൽ എൻ്റെ മാപ്പിള എപ്പോഴും ഉണ്ടാവലുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയാം, നിങ്ങൾ എൻ്റെ ബർത്ത്ഡേയും എൻ്റെ മോളെയും ഒരുമിച്ചാവുണ്ടല്ലോ, നിങ്ങളില്ലാത്ത മോൻ്റെന് എപ്പോഴും ഉണ്ടാവലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ബർത്ത്ഡേ എന്തായാലും ഗ്രാൻഡാക്കി സെലിബ്രേറ്റ് ചെയ്യാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ കുറച്ച് പേര് വരുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്ക് കട്ടിങ്ങും അങ്ങനെ ഫങ്ഷനായിട്ടും ബലൂണ് ഡെക്കറേഷൻ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച്, വെറുതെ അതൊന്നും വേണ്ടാന്ന് വിചാരിച്ച്. പിന്നെ വീട്ടിൽ കൂടലിന് വരാത്ത കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു, അപ്പോൾ അവരെല്ലാം വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ ജെറിൻ്റെ ഉപ്പാപ്പ ഉപ്പൂമ്മ, പിന്നെ എൻ്റെ ഉപ്പൂമാനും ഉപ്പാപ്പാനും എനിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെയ്യൂൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അവരുണ്ടാവലുണ്ടായിരുന്നു. 5 6 വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ അത് വേറെ കാര്യം. പിന്നെ അങ്ങനെ ജെറിൻ്റെ ഉപ്പാപ്പി ഉപ്പൂമ്മയെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉപ്പ ഉമ്മ ജെറിൻ്റെ ഫ്രണ്ട്സ്, പിന്നെ എൻ്റെ കസിന് അവരെ വൈഫ് അവരെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവരെല്ലാം വിളിച്ചിട്ട് അങ്ങനെ ഒരു ഇതാക്കാമെന്ന് വിചാരിച്ച്. കാരണം അവരൊന്ന് വീട്ടിൽ കൂടുതലിന് നാട്ടിലില്ലാത്തവരേനു, അപ്പോൾ അവരെല്ലാം വിളിക്കാമെന്ന് വിചാരിച്ച്. കേക്ക് നമ്മൾ ഇന്നലെ രാത്രി ജെറിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്ത് വാങ്ങിയിട്ട് അവിടെ നിന്നെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് രാത്രി ഒരു 11:30-12 മണിക്കെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അതിന്. പിന്നെ ഞാൻ പിന്നെ പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. പിറ്റേന്ന് രാവിലെ ഞാൻ രാത്രിക്ക് തന്നെ ഉണ്ടാക്കി വെക്കാമെന്നേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്, വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ അത് എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റിട്ട് അതുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തണിഞ്ഞതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഫുഡെല്ലാം നമ്മൾ ഉണ്ടാക്കിക്കാന്ന് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും അൽസിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് പുറത്തുനിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് കേട്ടോ ചെയ്യാം. അടിപൊളിയാണ്. നമ്മളെ റിയാസ് ഖാൻ്റെ ബിരിയാണി എന്നിട്ട് പറയാം. നമ്മൾ തന്നെ സാധനം വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. ബിരിയാണി മീൻസ് പിന്നെ കല്യാണത്തിനെല്ലാം വെക്കുന്ന അവരാണ് കേട്ടോ. അപ്പോൾ അവരെ ബിരിയാണി നമുക്ക് നമ്മളെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ബിരിയാണിയാണ്. അപ്പോൾ അതന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഞാൻ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ്. പ്ലേറ്റ് ഗ്ലാസ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ്. പിന്നെ കുടിക്കാനുള്ള ലൈം ടീ ചൂടുവെള്ളം അതെല്ലാം സെറ്റ് ചെയ്ത് വെക്കലാണ് കേട്ടോ അവരെല്ലാവരും വരുന്നതിന് മുന്നേ. നമ്മളില്ലേ എങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാലും ഫുഡ് കഴിക്കാനിരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കര തിരക്കായിരിക്കും. എല്ലാം കൊണ്ടേക്കലും ഇതെല്ലാം ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. പിന്നെ അവർ വരാനും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1:30-2:15 ആകുമ്പോഴത്തേക്കാണ് എല്ലാവരും വന്നിട്ടുള്ളത്. കുറച്ച് പേര് നേരത്തെ എത്തിയിട്ടുണ്ടായിന്, കുറച്ച് പേര് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലേറ്റ് മീൻസ് ഒരു 2:30 2:15 ആ ഒരു സംതിങ് ടൈമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടല്ലേ നമുക്ക് ഫുഡെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റൂ, വിളമ്പാൻ പറ്റൂ. അപ്പോൾ ഞാനിതാ അച്ചാർ തൈര് ഇതെല്ലാം റെഡിയാക്കി വെക്കലാന്ന് കേട്ടോ. അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം ഒരു 2:30 ആ ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ വിളമ്പിയിട്ട് ടേബിളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടേബിൾ നമ്മളങ്ങനെ യൂസ് ചെയ്യലില്ല കേട്ടോ. ആരെങ്കിലും എല്ലാം കുറച്ചധികം ആൾക്കാർ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ ഒരു ടേബിൾ യൂസ് ആക്കൽ. അല്ലാത്ത ടൈം നമ്മളെ കിച്ചൺ ഡൈനിങ്ങിലാണ് കേട്ടോ യൂസ് ആക്കൽ. അവിടെയാണെങ്കിൽ നമ്മൾ ഇരുന്നാൽ എണീക്കൂല. നമ്മൾ മാത്രമല്ല, ആരെങ്കിലും വന്നിട്ട് അവിടെ ഫുഡാ ചായ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന ആൾക്കാർക്ക് എണീക്കാൻ തോന്നില്ല. അമ്മാതിരി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജെറിൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാം ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവരെ കുറേ ആയി ജെറി ഇങ്ങനെ വിളിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ എന്തായാലും ഇന്ന് തന്നെ അങ്ങ് വിളിക്കാമെന്ന്. ജെറിയാണെങ്കിൽ ഏകദേശം പോകാനും ആയിട്ടുണ്ട് കേട്ടോ, തിരിച്ച് പോകാനും ആയിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം വിളമ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ജെറിൻ്റെ ഉപ്പാപ്പയാണ് കേട്ടോ, ഉപ്പാൻ്റെ ഉപ്പ. അവരും വന്നിട്ടുണ്ടായി. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അവർക്കുള്ള ഫുഡെല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുത്താന്ന്.
അങ്ങനെ ഇതാ എല്ലാവരും ഒരുമിച്ച് ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇവിടെയും നമ്മളെ കിച്ചൺ ഡൈനിങ്ങിലും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ജെറിൻ്റെ പിന്നെ പെങ്ങളെ മോൻ്റെ അടുത്ത് കൊടുത്തതാണ് കേട്ടോ ഫോണ്. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കുക എന്നെല്ലാം പറഞ്ഞിട്ട്, പിന്നെ നമുക്കൊരു മെമ്മറി ആണല്ലോ, കുറേ കഴിഞ്ഞിട്ട് ഇത് കാണാനും നല്ല രസമാണല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഓനിങ്ങനെ കുറച്ച് വീഡിയോസെല്ലാം എടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം വീഡിയോസ് എടുക്കുന്നതിൽ താല്പര്യം ഉണ്ടോ എന്നൊക്കെ അറിയില്ല, ഞാൻ ഇടുന്നുണ്ട് എന്തായാലും. അപ്പോൾ അവരെല്ലാം അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. ഇത് നമ്മളെ ഉപ്പാൻ്റെ പെങ്ങളെ മക്കളാണ് കേട്ടോ. കുറച്ച് പേർക്കെല്ലാം അറിയുന്നുണ്ടാവും, ഞാൻ മുന്നേ വ്ളോഗിലെല്ലാം കാണിക്കലുണ്ട്. അങ്ങനെ ആണുങ്ങളെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞതാ ഇവരിരുന്നിട്ടുണ്ട്, വന്ന ആൾക്കാരെല്ലാം ഇരുന്നിട്ടുണ്ട്. ഞാനും ഇവരെ കൂടെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. കുറച്ച് പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ, പിന്നെ വീട്ടിൽ കൂടലിന് വരാൻ പറ്റാത്ത ആൾക്കാർ. അപ്പം അങ്ങനെയല്ലോ. ഇപ്പം സമയം ഏകദേശം ഒരു 4:30, 4:45, 5 മണിയെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ, എല്ലാവരും പോയിട്ടുണ്ട്. ഇനി എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയെല്ലാം ഉണ്ട്. അങ്ങനെ ബില്ല് ഇതെന്ന് പറയാനൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് മുന്നേ വീട്ടിൽ കൂടിയ സമയത്ത് കുറച്ച് പേരെല്ലാം വന്നിട്ടുണ്ടായിന്. പിന്നെ അങ്ങനെ കൂടുതൽ ആളൊന്നും വന്നിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നാട്ടിലുണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറേ ആൾക്കാർക്കെല്ലാം ഒരുമിച്ച് വരാനും ഫുഡ് കഴിക്കാനെല്ലാം പറ്റുന്നുണ്ട്. അത് ഞാൻ ഒന്ന് നോക്കിയതാണ്, അങ്ങനെ പറ്റുമോ എന്നെല്ലാം. ആദ്യത്തെ പുതിയ വീടായതുകൊണ്ട് അങ്ങനെയെല്ലാം ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാവുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ സൗദിയിലും എന്താ പറയുക, സൗദിയിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല, എത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാലും ഞാൻ ഒറ്റയ്ക്ക് കിച്ചൺ മാനേജ് ചെയ്യും. പക്ഷേ ഇവിടുന്ന് അങ്ങനെയല്ല കേട്ടോ. ഇവിടുന്ന് ഒറ്റയ്ക്ക് കിച്ചൺ മാനേജ് ചെയ്യാൻ ഭയങ്കര ഇടങ്ങേറാണ്, ഉമ്മയും കൂടി വേണം, അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ജെറിൻ്റെ ഫ്രണ്ട്സും അവരെല്ലാം ഷെയാന് കുറച്ച് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം എടുത്ത് നേർക്ക് വെക്കലാന്ന്, ഗിഫ്റ്റെല്ലാം തുറന്ന് നോക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് നമ്മൾ ഐലൻഡിൽ വെച്ചിട്ടുണ്ട്. ഐലൻഡ് ഏറ്റവും ഉപകാരമുള്ളൊരു സാധനമാണ് കേട്ടോ. പിന്നെ അത് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് വേസ്റ്റെല്ലാം ഉണ്ട്, അതെല്ലാം കൊണ്ടുപോയിട്ട് കളയണം. നെക്സ്റ്റ് വേറെ എനിക്കൊന്ന് ഫ്രഷായിട്ട് ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ കുറച്ച് സമയം ഇറയത്ത് വന്നിരുന്നിട്ടുണ്ട്, മഴയെല്ലാം ആസ്വദിച്ച് ഇവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ആക്കി കൊടുക്കുക, നിങ്ങളെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വ്ളോഗായിട്ട് എപ്പോഴെങ്കിലും വരാം. ബൈ.